ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ചപ്പാത്തി കഴിച്ച് മടുത്തോ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ? ചപ്പാത്തി മാവ് കൊണ്ട് നമുക്കൊരു അടിപൊളി ആലു പൊറോട്ട ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, അത് വേവിച്ച് കഴിഞ്ഞ് അതൊന്ന് ഉടച്ചെടുക്കുവാണ്. അതേസമയം ഞാൻ ചപ്പാത്തി മാവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 3 ആലു പൊറോട്ടയ്ക്കുള്ള പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി മാവും ഉരുളക്കിഴങ്ങും. ആദ്യം തന്നെ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതേസമയം പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ആലു പൊറോട്ടയ്ക്കുള്ള മാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അത് 3 ബോൾസാക്കി മാറ്റി വയ്ക്കുവാണ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുഴച്ച് അതും 3 ബോൾസാക്കി എടുക്കും. ഒരുപാട് വലുതും വേണ്ട, ഒരുപാട് ചെറുതും. നമ്മൾ ചപ്പാത്തി മാവിടെ ബോൾസ് എടുത്തില്ല, അതിനേക്കാൾ ഇച്ചിരി കൂടി ചെറുത് മതി ഉരുളക്കിഴങ്ങിൻ്റെ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ഞാൻ ചപ്പാത്തി മാവ് 2 സൈഡും നല്ലോണം ഗോതമ്പ് പൊടി തേച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പരത്തണം. ഫുള്ള് പരത്തണ്ട, ചെറുതായിട്ട് പരത്തിയതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസാക്കി വെച്ചില്ലേ, അത് അതിൻ്റെ സെൻറ്ററിലാക്കിയത് ഇതുപോലെ സെൻറ്റർ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായി നമ്മുടെ ഓരോ ബോൾസ് വയ്ക്കുക. ഒരു ബോൾ ഉരുളക്കിഴങ്ങിൻ്റെ ബോൾ വയ്ക്കുക, അത് നല്ലോണം കവർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ എൻഡിൽ ഇതുപോലെ കുറച്ച് മാവ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് കട്ടിയാവും. ഇനി നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് പരത്തരുത്. ഒരേ സൈഡിൽ തന്നെ പരത്താൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ പരത്താൻ ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിക്ക് വേണ്ട, ഒരുപാട് തിന്നും ആക്കണ്ട. ഒരു നോർമൽ സൈസിന് ശേഷം ഒരു പാൻ എടുക്കുക. ചൂടായതിന് ശേഷം നമ്മുടെ പറോത്ത പാനിലോട്ട് മാറ്റുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ തേക്കുക. എണ്ണയോ ബട്ടറായിരിക്കും ഒന്നും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞാണ്. ബട്ടറായിരിക്കും ഒന്നും കൂടി നല്ലത്. എണ്ണയും നല്ലതാണ്. മറിച്ചിട്ടും അതേപോലെ കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലോണം നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ ആ ഒരു ഫ്രൈ ആവുന്നത് പോലെ ആക്കിയാൽ മതി. ആയിക്കഴിഞ്ഞ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയും കൂടെ പരത്തിയെടുക്കുക. സെയിം അതുപോലെ തന്നെ. ഇവിടെ പറാട്ടയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തൈരാണ്. ഞാനിവിടെ തൈരും അച്ചാറുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്